ഒരു സാധാരണ മലയാളി സ്ത്രീയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ബന്ധത്തിൻ്റെ കഥയാണ് ഇത്. 20 വർഷം ഒരു വീട്ടിൽ ജോലി ചെയ്ത അവൾക്ക് അവസാനം കിട്ടിയത് വലിയൊരു സ്വത്തോ സ്വർണമോ ആയിരുന്നില്ല. പക്ഷേ ആ ഉമ്മ നൽകിയ ഒരു ചെറിയ കവർ തുറന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അതിനുള്ളിൽ ഉണ്ടായിരുന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു മീരയുടെ ജീവിതം തുടങ്ങിയത്. സന്തോഷങ്ങൾക്കൊപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഒരു സാധാരണ കുടുംബം. ഭർത്താവ് നഷ്ടപ്പെട്ടതോടെ മീരയുടെ ജീവിതം കൂടുതൽ കഠിനമായി. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അവളുടെ ചുമലിലായി. സ്വന്തം മക്കളുടെ ഭാവിക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറായിരുന്നു മീര. പക്ഷേ നാട്ടിൽ കിട്ടുന്ന ചെറിയ ജോലികൾ കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ സലീമത്ത മീരയോടൊരു കാര്യം പറഞ്ഞത്. മീരെ, ദുബായിൽ ഒരു പ്രായമായ ഉമ്മയെ നോക്കാൻ ഒരാൾ വേണം. നല്ല കുടുംബമാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. ദുബായ് എന്ന പേര് കേട്ടപ്പോൾ മീരയുടെ മനസ്സിൽ പല ചിന്തകളും വന്നു. അപരിചിതമായ നാട്, അറിയാത്ത ആളുകൾ. എന്നാലും തൻ്റെ കുടുംബത്തിനായി ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. എനിക്ക് പേടിയുണ്ട് ചേച്ചി, പക്ഷേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പോകാം എന്ന് മീര പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ വിസയും യാത്രയുടെ ഒരുക്കങ്ങളും പൂർത്തിയായി. പോകുന്ന ദിവസം വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ജനിച്ച നാടും സ്വന്തം ആളുകളും വിട്ട് ആദ്യമായാണ് അവൾ ഇത്ര ദൂരെ പോകുന്നത്. അവളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, ഞാൻ പോകുന്ന വീട്ടിൽ നല്ല ആളുകളെ തന്നെ കാണിക്കണേ. അവൾ അറിഞ്ഞിരുന്നില്ല ആ യാത്ര അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബന്ധത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ മീര കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പുതിയ നാട്, പുതിയ ഭാഷ, പുതിയ ആളുകൾ, എല്ലാം അവൾക്ക് അപരിചിതമായിരുന്നു. പക്ഷേ മനസ്സിലൊരു ധൈര്യമുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിതെല്ലാം ചെയ്യണം എന്ന ചിന്ത. പുറത്തു വന്നപ്പോൾ മീരയുടെ പേരെഴുതിയ ഒരു കാർഡുമായി ഒരാൾ കാത്തു നിൽക്കുകയായിരുന്നു. മീര എന്ന് അയാൾ ചോദിച്ചു. അതെ എന്ന് അവൾ മറുപടി പറഞ്ഞു. കാറിൽ കയറുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള ആളുകളായിരിക്കും, ആ ഉമ്മ എങ്ങനെയായിരിക്കും എന്നൊക്കെ. കുറച്ച് സമയത്തിന് ശേഷം കാർ ഒരു വലിയ വീടിന് മുന്നിൽ നിന്നു. മീര അത്ഭുതത്തോടെ ആ വീട്ടിലേക്ക് നോക്കി. തൻ്റെ നാട്ടിലെ ചെറിയ വീട്ടിൽ നിന്നും ഇത്രയും വലിയൊരു വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾക്കെല്ലാം സ്വപ്നം പോലെ തോന്നി. അതിൽ തുറന്നത് ഒരു പ്രായമായ സ്ത്രീയായിരുന്നു. വെള്ള ഹിജാബ് ധരിച്ച ഗൗരവം നിറഞ്ഞ മുഖമുള്ള ഒരു ഉമ്മ. മീര ആദരവോടെ പറഞ്ഞു, നമസ്കാരം. ഉമ്മ ചെറിയൊരു തലകുലുക്കൽ മാത്രം ചെയ്തു. നീയാണോ പുതിയതായി വന്നത്? അതേ ഉമ്മ. ശരി, അകത്തേക്ക് വരൂ, അത്രയേ പറഞ്ഞുള്ളൂ. മീരയ്ക്ക് ആദ്യം നിമിഷം തന്നെ മനസ്സിലായി ഈ ഉമ്മ വളരെ ഗൗരവക്കാരിയാണ്. അവൾ പ്രതീക്ഷിച്ച സ്നേഹപൂർവമായ സ്വീകരണം കിട്ടിയില്ല. പക്ഷേ മീര വിഷമിച്ചില്ല. പുതിയ ആളല്ലേ, കുറച്ച് സമയം എടുക്കുമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. ആദ്യ ദിവസം തന്നെ മീര വീട്ടിലെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഉമ്മയുടെ ശീലങ്ങൾ, ഇഷ്ടങ്ങൾ, സമയക്രമങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു. പക്ഷേ മീര എത്ര ശ്രമിച്ചാലും ഉമ്മയുടെ മുഖത്ത് ഒരു സന്തോഷം കാണാൻ കഴിഞ്ഞില്ല. ചായ കൊടുത്താൽ ഇതിൽ പഞ്ചസാര കൂടിയല്ലോ, വീട് വൃത്തിയാക്കിയാൽ ഇവിടെ ഇനിയും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. പല രാത്രികളിലും മീര ഒറ്റയ്ക്കിരുന്ന് കരയും. എന്ത് ചെയ്താലാണ് ഈ ഉമ്മയ്ക്ക് സന്തോഷമുണ്ടാകുന്നത് എന്ന് ചിന്തിക്കും. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു ആ കഠിനമായ മുഖത്തിന് പിന്നിൽ ഒരുപാട് വേദന ഒളിപ്പിച്ച ഒരു ഹൃദയമുണ്ടെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. മീര തൻ്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മയുടെ സ്വഭാവം മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചു. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഉമ്മയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു. വലിയ വീട്, സൗകര്യങ്ങൾ, കുടുംബം, പണം. പക്ഷേ ആ വലിയ വീട്ടിൽ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. ആ നിശബ്ദത മീര പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ഉമ്മയ്ക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കേൾക്കാൻ ഒരാൾ ഇല്ലായിരുന്നു. ഒരു ദിവസം രാവിലെ മീര അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഉമ്മയുടെ മുറിയിൽ നിന്ന് ഒരു പഴയ ഫോട്ടോ താഴെ വീണ ശബ്ദം കേട്ടു. മീര അകത്തേക്ക് ഓടിപ്പോയി. അവൾ കണ്ടത് കയ്യിൽ ഒരു പഴയ ഫോട്ടോ പിടിച്ച് നിശബ്ദമായി ഇരിക്കുന്ന ഉമ്മയായിരുന്നു. ഉമ്മ, എന്തു പറ്റി എന്ന് മീര ചോദിച്ചു. ഉമ്മ പെട്ടെന്ന് ഫോട്ടോ മാറ്റിവെച്ചു. ഒന്നുമില്ല, നീ നിന്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞു. പതിവ് പോലെ കഠിനമായ ശബ്ദം. പക്ഷേ ആ ദിവസം മീരയ്ക്ക് മനസ്സിലായി ഉമ്മയുടെ ഉള്ളിൽ എന്തോ വേദനയുണ്ടെന്ന്. അന്ന് രാത്രി മീരയ്ക്ക് നാട്ടിലെ തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. പ്രായമായ ഒരാൾക്ക് ഏറ്റവും വേണ്ടത് ചിലപ്പോൾ പണമല്ല, ഒപ്പം ഇരിക്കാൻ ഒരാളാണ് എന്ന് അവൾ ചിന്തിച്ചു. അടുത്ത ദിവസം മുതൽ മീര ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഭക്ഷണ സമയത്ത് കൊടുക്കുക, മരുന്ന് ഓർമ്മിപ്പിക്കുക, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കുറച്ച് സമയം സംസാരിക്കുക. ആദ്യം ഉമ്മ ഒന്നും പ്രതികരിച്ചില്ല. പക്ഷെ പതുക്കെ ആ വലിയ മതിലിൽ ചെറിയ വിള്ളൽ ഉണ്ടാകാൻ തുടങ്ങി. ഒരു ദിവസം ഉമ്മ ആദ്യമായി മീരയോട് ചോദിച്ചു, നിന്റെ നാട്ടിൽ ആരൊക്കെയുണ്ട് മോളെ? മീര അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും ദിവസത്തിനിടെ ആദ്യമായാണ് ഉമ്മ അവളോട് അവളുടെ കാര്യങ്ങൾ ചോദിക്കുന്നത്. മീര പതുക്കെ തൻ്റെ ജീവിതം പറഞ്ഞു തുടങ്ങി. കുട്ടികളെക്കുറിച്ച്, നാട്ടിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച്, അവളുടെ
സ്വപ്നങ്ങളെക്കുറിച്ച് ഉമ്മ നിശബ്ദമായി കേട്ടിരുന്നു. ആ ദിവസം കഴിഞ്ഞപ്പോൾ മീരയ്ക്ക് തോന്നി ഈ ബന്ധത്തിൽ എന്തോ മാറ്റം വരാൻ പോകുന്നു എന്ന്. അടുത്ത ദിവസം ആ വീട്ടിൽ സംഭവിച്ച ഒരു കാര്യം മീരയെയും ഉമ്മയെയും എന്നേക്കുമായി മാറ്റിമറിച്ചു. അടുത്ത ദിവസം രാവിലെ മീര പതിവ് പോലെ ഉമ്മയ്ക്ക് ചായയുമായി മുറിയിലേക്ക് പോയി. ഉമ്മ ചായ എന്ന് വിളിച്ചെങ്കിലും മറുപടി ഒന്നും ഉണ്ടായില്ല. മീരയ്ക്ക് ചെറിയൊരു പേടി തോന്നി. അവൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉമ്മ കട്ടിലിൽ കിടക്കുകയായിരുന്നു. മുഖത്ത് ക്ഷീണം, ശരീരത്തിൽ തളർച്ച. ഉമ്മ എന്ന് വിളിച്ച് മീര അടുത്തേക്ക് ഓടി. അന്ന് ആദ്യമായി മീര ആ ഗൗരവമുള്ള ഉമ്മയുടെ കണ്ണുകളിൽ ഒരു പേടി കണ്ടു. മീരെ, എനിക്കെന്തോ വയ്യ എന്ന് ഉമ്മ പതുക്കെ പറഞ്ഞു. മീര ഒരു നിമിഷം പോലും വൈകിയില്ല. ഡോക്ടറെ വിളിച്ചു, മരുന്നുകൾ എടുത്തു, ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ ദിവസം മുതൽ മീരയുടെ ജീവിതം മാറി. ഇതുവരെ അവൾ നോക്കിയിരുന്നത് ഒരു വീട്ടിലെ ഉമ്മയെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ നോക്കിയത് സ്വന്തം അമ്മയെപ്പോലെ ആയിരുന്നു. രാത്രിയിൽ ഉമ്മയ്ക്ക് ഉറക്കം വരാതെ കിടക്കുമ്പോൾ മീര അടുത്തിരുന്ന് സംസാരിച്ചു. ഉമ്മ പേടിക്കേണ്ട, ഞാനിവിടെയുണ്ട് എന്നൊരു വാക്ക് മാത്രം മതി ഉമ്മയ്ക്ക് ആശ്വാസമാകാൻ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സും മാറാൻ തുടങ്ങി. ഒരു ദിവസം ഉമ്മ മീരയോട് ചോദിച്ചു, മീര, നിനക്ക് എന്നോട് ദേഷ്യമില്ലേ? മീര അത്ഭുതത്തോടെ നോക്കി. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ നിന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, ചെറിയ കാര്യങ്ങൾക്കും വഴക്ക് പറഞ്ഞു. മീര ചിരിച്ചു. ഉമ്മ, അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. ആ മറുപടി കേട്ടപ്പോൾ ഉമ്മ ആദ്യമായി മീരയുടെ കൈപിടിച്ചു. നീ എനിക്ക് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി മോളെ. ആ ദിവസം മുതൽ മീര ഒരു ജോലിക്കാരി അല്ലായിരുന്നു. ആ വീട്ടിൽ അവൾക്ക് ഒരു പുതിയ സ്ഥാനം ലഭിച്ചു, ഒരു മകളുടെ സ്ഥാനം. പക്ഷേ ഈ സ്നേഹബന്ധത്തെ പരീക്ഷിക്കുന്ന ഒരു സംഭവം ആ വീട്ടിൽ നടക്കാനിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഉമ്മയുടെ മുറിയിൽ നിന്ന് ഒരു വിലപ്പെട്ട വസ്തു കാണാതായി. ഉമ്മയുടെ മുറിയിൽ നിന്ന് കാണാതായത് ഒരു സാധാരണ വസ്തുവായിരുന്നില്ല. വർഷങ്ങളായി ഉമ്മ തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയായി സൂക്ഷിച്ചിരുന്ന ഒരു പഴയ മോതിരമായിരുന്നു അത്. ആ മോതിരത്തിന് വലിയ വിലയുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ ഉണ്ടായിരുന്നത് ഉമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളായിരുന്നു. അന്ന് വീട്ടിൽ ചെറിയൊരു ആശങ്ക പടർന്നു. മോതിരം എവിടെ പോയി എന്ന് എല്ലാവരും അന്വേഷിച്ചു. അലമാരയിലും മുറിയിലും എല്ലായിടത്തും നോക്കി. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് വീട്ടിലുള്ള ഒരാളുടെ മനസ്സിൽ ഒരു സംശയം വന്നത്. പുറത്തു നിന്ന് വരുന്നവർക്കല്ലേ ഇത് ചെയ്യാൻ കഴിയൂ. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഹൃദയം വേദനിച്ചു. കാരണം ആ സംശയം ആരിലേക്കാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്രയും കാലമായി ആ വീട്ടിൽ വിശ്വാസത്തോടെ നിന്ന ഒരാൾ ഇന്ന് ഒരു നിമിഷം കൊണ്ട് സംശയിക്കപ്പെട്ടു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊന്നും എടുത്തിട്ടില്ല ഉമ്മ എന്ന് അവൾ പതുക്കെ പറഞ്ഞു. എല്ലാവരും ഉമ്മയെ നോക്കി. ഉമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മീരയെ ആരും സംശയിക്കരുത്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ഉമ്മ തുടർന്നു, എൻ്റെ മുറിയിലെ സാധനങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ജീവിതമാണ് ഈ പെൺകുട്ടി സംരക്ഷിച്ചത്. എനിക്ക് അസുഖമായപ്പോൾ എൻ്റെ സ്വന്തം ആളുകളെക്കാൾ അടുത്തു നിന്നത് മീരയാണ്. അവൾ ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അവൾക്ക് ആ നിമിഷം മനസ്സിലായി, താൻ നേടിയ ഏറ്റവും വലിയ സമ്മാനം പണമോ സ്വത്തോ അല്ല, ഈ ഉമ്മയുടെ വിശ്വാസമാണ്. പക്ഷേ ആ മോതിരത്തിൻ്റെ സത്യം ഇനിയും പുറത്തു വരാനുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മോതിരം കണ്ടെത്തിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അത് ആരും എടുത്തിരുന്നില്ല. അത് മറ്റൊരിടത്ത് സുരക്ഷിതമായി തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. മോതിരം കാണാതായ സംഭവം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. മീരയെ സംശയിച്ചില്ലെങ്കിലും ആ മോതിരം എവിടെ പോയി എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉമ്മയുടെ മകൻ പഴയ അലമാര വൃത്തിയാക്കുകയായിരുന്നു. വർഷങ്ങളായി തുറക്കാത്ത ഒരു ചെറിയ പെട്ടി അവിടെയുണ്ടായിരുന്നു. ആ പെട്ടിയുടെ പിന്നിൽ ഒരു ചെറിയ തുണിയുടെ മറവിലായി ആ പഴയ മോതിരമുണ്ടായിരുന്നു. മോതിരം ആരും എടുത്തിരുന്നില്ല. അലമാര വൃത്തിയാക്കുന്നതിനിടയിൽ അത് പിന്നിലേക്ക് വീണുപോയതായിരുന്നു. ആ നിമിഷം എല്ലാവരും നിശബ്ദരായി. കാരണം ഒരു നിരപരാധിയായ മീരയെ സംശയിക്കാൻ ഒരു നിമിഷം പോലും എടുത്തില്ല. പക്ഷേ അവളെ വിശ്വസിക്കാൻ ഉമ്മയ്ക്ക് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. ഉമ്മ മോതിരം കയ്യിലെടുത്തു. കുറച്ചു നേരം അത് നോക്കി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഇത് ഒരു മോതിരം മാത്രമല്ല, എൻ്റെ പഴയ ഓർമ്മകളാണ്. പക്ഷേ മീര, നീ എനിക്ക് തന്നത് അതിനേക്കാൾ വലിയതാണ്. മീര അത്ഭുതത്തോടെ നോക്കി. ഉമ്മ തുടർന്നു, നീ എനിക്ക് വിശ്വാസം തന്നു, സ്നേഹം തന്നു, ഒരു മകളുടെ കരുതൽ തന്നു. ആ ദിവസം മുതൽ ആ വീട്ടിലെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. മീര അവിടെ വന്നത് ഒരു ജോലിക്കാരിയായി ആയിരുന്നു. പക്ഷേ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അവൾ ആ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. കാലം മുന്നോട്ട് പോയി, വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് ഒരു ദിവസം മീരയുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് വന്ന ഒരു വാർത്ത, അവൾക്ക് തിരിച്ചു പോകേണ്ടി വരും. ഈ കാര്യം ഉമ്മയോട് പറയാൻ മീരയ്ക്ക് ഭയമായിരുന്നു. കാരണം ഇപ്പോൾ അവരുടെ ബന്ധം ഒരു ജോലിയുടെ ബന്ധമായിരുന്നില്ല, ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധമായിരുന്നു.
നാട്ടിൽ നിന്നുള്ള ആ ഫോൺ കോൾ മീരയുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. വർഷങ്ങളായി ദുബായിൽ കഴിഞ്ഞെങ്കിലും മീരയുടെ മനസ്സിൽ എന്നും സ്വന്തം നാടും കുടുംബവും ഉണ്ടായിരുന്നു. അവൾക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നിരുന്നു. പക്ഷേ ഈ കാര്യം ഉമ്മയോട് പറയുക എന്നത് അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറുന്നത് ഒരു ജോലി വിടുന്നത് പോലെ ആയിരുന്നില്ല, സ്വന്തം അമ്മയെ വിട്ടുപോകുന്നത് പോലെ ആയിരുന്നു. ആ രാത്രി മീര ഉമ്മയുടെ മുറിയുടെ വാതിൽക്കൽ കുറച്ചു നേരം നിന്നു. ഉമ്മ എന്ന് വിളിച്ചു. വാ മോളെ എന്ന് ഉമ്മ പറഞ്ഞു. മീര അടുത്തിരുന്നു. കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം അവൾ പറഞ്ഞു, ഉമ്മ, എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വരും. ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മയുടെ മുഖത്തെ ചിരി പതുക്കെ മങ്ങി. എന്നെ വിട്ടുപോകുമോ മോളെ എന്ന് ഉമ്മ ചോദിച്ചു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എനിക്ക് പോകേണ്ടി വരും, പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഉമ്മ ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പിന്നെ പതുക്കെ പറഞ്ഞു, ഇത്രയും വർഷം 20 വർഷം മുമ്പ് നീ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നീ എനിക്ക് ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് നീ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളാണ്. ആ രാത്രി ഇവർക്കും ഉറക്കം വന്നില്ല. ഒരാൾക്ക് ഒരു മകളെ നഷ്ടപ്പെടുന്ന വേദന, മറ്റൊരാൾക്ക് ഒരു അമ്മയെ വിട്ടുപോകുന്ന വേദന. ഒരു സാധാരണ മലയാളി സ്ത്രീയായ മീരയ്ക്ക് ചിന്തിക്കുമ്പോൾ ഒരു അറബിയായ ഉമ്മയുടെ മനസ്സിൽ ഇത്രയധികം സ്ഥാനം കിട്ടുക എന്നത് വളരെ അപൂർവമാണ്. അടുത്ത ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. മീര തൻ്റെ സാധനങ്ങൾ ഒതുക്കി പോകുന്ന ദിവസം എത്തി. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഉമ്മ മീരയെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു. അവിടെ ഒരു ചെറിയ കവർ ഉണ്ടായിരുന്നു. ഉമ്മ അത് മീരയുടെ കയ്യിൽ വെച്ചു. ഇത് നിനക്കുള്ളതാണ്. മീര പറഞ്ഞു. ഉമ്മ, എനിക്കൊന്നും വേണ്ട. ഉമ്മ ചിരിച്ചു. ഇത് തുറക്കാൻ ഇപ്പോൾ വേണ്ട, സമയം വരുമ്പോൾ തുറക്കണം. മീര ആ കവർ നെഞ്ചോട് ചേർത്തു. പിന്നെ അവൾ പുറത്തേക്ക് നടന്നു. കാറിൽ കയറുന്നതിന് മുമ്പ് അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ വെള്ള ഹിജാബ് ധരിച്ച് കണ്ണുനീരോടെ ആ ഉമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. മീര നാട്ടിലെത്തി. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിൽ കാലുകുത്തിയ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൻ്റെ ഒരു കോണിൽ ആ ഉമ്മയുടെ ഓർമ്മകളും ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചെങ്കിലും എപ്പോഴും അവളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഉമ്മ തന്ന ആ കവറിൽ എന്താണ്? ഉമ്മ എന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുമോ എന്നൊക്കെയുള്ള ചിന്ത മീരയുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം മീര ആ ചെറിയ കവർ എടുത്തു. 20 വർഷത്തെ ഓർമ്മകൾ അടങ്ങിയ ആ കവർ അവൾ പതുക്കെ തുറന്നു. അതിനുള്ളിൽ സ്വർണമോ പണമോ ഉണ്ടായിരുന്നില്ല. ഒരു രേഖയും അതോടൊപ്പം ഒരു കത്തും ഉണ്ടായിരുന്നു. മീര ആദ്യം ആ കത്ത് തുറന്നു. ആദ്യ വരി വായിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മീരയ്ക്ക്. അറബിയിൽ മനോഹരമായി ആ ഉമ്മ എഴുതിയിരുന്നു. നീ എൻ്റെ വീട്ടിൽ വന്ന ദിവസം ഞാൻ നിന്നെ ഒരു ജോലിക്കാരിയായി മാത്രമാണ് കണ്ടത്. എൻ്റെ ജീവിതത്തിലെ വേദനകൾ കാരണം ഞാൻ ആരെയും എളുപ്പത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ നീ എൻ്റെ ദേഷ്യത്തിന് മറുപടി സ്നേഹം കൊണ്ടു തന്നു. ഞാൻ അസുഖപ്പെട്ടപ്പോൾ നീ എൻ്റെ മകളെ പോലെ എന്നെ നോക്കി. മീര കത്ത് വായിക്കുമ്പോൾ കണ്ണുനീർ വീണു. ഉമ്മയുടെ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ തട്ടി. കത്തിൽ ഇനിയും എഴുതിയിരുന്നു, മീര, ജീവിതത്തിൽ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം വിശ്വാസമാണ്. നീ എനിക്ക് അതാണ് നൽകിയത്, അതുപോലെ തന്നെ സ്നേഹവും. അതിനുശേഷം മീര ആ രേഖയിലേക്ക് നോക്കി. അത് അവളുടെ ജീവിതത്തിന് ഒരു സുരക്ഷയായിരുന്നു. പക്ഷേ അതിലും വലിയ സമ്മാനം ആ കത്തിലെ വാക്കുകളായിരുന്നു. അവൾ മനസ്സിലാക്കി, 20 വർഷത്തെ സേവനത്തിന് ഉമ്മ തിരിച്ചു നൽകിയതൊന്നും ഒരു വസ്തു മാത്രമല്ല, ഒരു മകളെ പോലെ സ്നേഹിച്ച ഒരു അമ്മയുടെ ഹൃദയമായിരുന്നു. അപ്പോഴാണ് മീരയുടെ ഫോൺ മുഴങ്ങിയത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഉമ്മ. വർഷങ്ങൾ കടന്നുപോയി. മീരയും ഉമ്മയും തമ്മിലുള്ള ബന്ധം അതേ സ്നേഹത്തോടെ തുടർന്നു. ഫോണിലൂടെയുള്ള സംസാരങ്ങൾ, പെരുന്നാൾ ആശംസകൾ, ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കുവെക്കലുകൾ എല്ലാം ആ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കി. ഒരു ദിവസം മീരയുടെ ഫോണിലേക്ക് ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു വിളി വന്നു. മീര, ഉമ്മയ്ക്ക് കുറച്ച് വയ്യാതായി. ആ വാക്കുകൾ കേട്ടതും മീരയുടെ മനസ്സ് പിടഞ്ഞു. ഒട്ടും വൈകാതെ അവൾ ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീണ്ടും ആ വീട്ടിലെത്തിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ വീട് തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ വാതിൽക്കൽ കാത്തു നിന്നത് ശക്തിയായ ആ ഉമ്മ ആയിരുന്നില്ല. അല്പം ക്ഷീണിച്ച തളർന്ന ഒരു ഉമ്മയായിരുന്നു. മീര അകത്തേക്കോടി ഉമ്മ എന്ന് വിളിച്ചു. ഉമ്മ കണ്ണു തുറന്നു നോക്കി. ആ കണ്ണുകളിൽ വീണ്ടും പഴയ സ്നേഹം നിറഞ്ഞു. മോളെ, നീ വന്നോ എന്നൊരു ചോദ്യം മാത്രം. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, താൻ വന്നത് ഒരു സന്ദർശനത്തിന് മാത്രമല്ലെന്ന്. ഉമ്മയ്ക്കിപ്പോൾ തൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. മീരയുടെ തിരിച്ചു പോകാനുള്ള ദിവസം അടുത്തിരുന്നെങ്കിലും അവൾക്ക് പോകാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉമ്മയെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് എങ്ങനെ പോകും എന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ വീണ്ടും ആ വീട്ടിൽ മീരയുടെ ദിവസങ്ങൾ തുടങ്ങി. പക്ഷേ ഇത്തവണ അവളൊരു ജോലിക്കാരി അല്ലായിരുന്നു, ഒരു മകളായിരുന്നു. 20 വർഷം എന്നെ നോക്കിയ ഈ ഉമ്മയെ
ഞാൻ എങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് വിടും എന്ന് മീരയുടെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും ആ വീട്ടിൽ മീരയുടെ ജീവിതം തുടങ്ങി. മുമ്പത്തെ പോലെ അല്ലാതെ തന്നെ ഇപ്പോൾ അവൾ സ്വന്തം അമ്മയെ പോലെ നോക്കുകയായിരുന്നു. രാത്രിയിൽ ഉമ്മയ്ക്ക് ഉറക്കം വരാത്തപ്പോൾ മീര പഴയ കഥകൾ പറഞ്ഞു കൊടുക്കും. ഉമ്മ ചിരിച്ചുകൊണ്ട് പറയും, മീര, നീ വന്ന ദിവസം ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അന്യനാട്ടിൽ തുടങ്ങിയ ബന്ധം ഇന്ന് അമ്മയും മകളും തമ്മിലുള്ള സ്നേഹമായി മാറിയിരുന്നു. മീര വീണ്ടും ദുബായിലെ ആ വീട്ടിൽ നിന്നപ്പോൾ അവൾക്ക് പഴയ ദിവസങ്ങളെല്ലാം ഓർമ്മ വന്നു. ആദ്യമായി ആ വീട്ടിലെത്തിയ ദിവസം തന്നെ ഗൗനിക്കാതെ നടന്നുപോയ ആ ഗൗരവമുള്ള അമ്മ, ചെറിയ തെറ്റുകൾക്ക് പോലും വഴക്ക് പറഞ്ഞിരുന്ന ദിവസങ്ങൾ, പിന്നീട് തൻ്റെ കൈ പിടിച്ച് മോളെ എന്ന് വിളിച്ച ദിവസം, എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. ഇപ്പോൾ ആ ഉമ്മയ്ക്ക് തൻ്റെ സാന്നിധ്യം മാത്രമായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം. ഒരു ദിവസം ഉമ്മ മീരയെ അടുത്തേക്ക് വിളിച്ചു. മീര, എന്താ ഉമ്മ എന്ന് അവൾ ചോദിച്ചു. ഉമ്മ പതുക്കെ പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു പോയേനെ. മീര ഉടൻ പറഞ്ഞു, ഉമ്മ അങ്ങനെ പറയരുത്. പക്ഷേ ഉമ്മ തുടർന്നു, ഇല്ല മോളെ, ഇത് സത്യമാണ്. എനിക്ക് പലരും ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരാൾ നീ മാത്രമായിരുന്നു. പിന്നെ ഉമ്മ ഒരു ചെറിയ പെട്ടിയെടുത്തു. മീര അത്ഭുതത്തോടെ നോക്കി. ഇതെന്താ ഉമ്മ? ഉമ്മ ചിരിച്ചു. ഇത് മറ്റൊരു സമ്മാനമല്ല, ഇത് ഒരു ഓർമ്മയാണ്. പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ അതേ പഴയ മോതിരമായിരുന്നു. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ പറഞ്ഞു, അന്ന് എല്ലാവരും സംശയിച്ചപ്പോൾ നീ കരഞ്ഞു. പക്ഷേ നീ ഒന്നും തെളിയിക്കാൻ ശ്രമിച്ചില്ല. കാരണം നിന്റെ മനസ്സ് ശുദ്ധമായിരുന്നു. ആ ദിവസം മുതൽ ഞാൻ തീരുമാനിച്ചു, എൻ്റെ മകളെപ്പോലെ നിന്നെ എന്നും കരുതണമെന്ന്. മീരയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല. അവൾ ഉമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ആ നിമിഷം ഒരു മോതിരത്തിൻ്റെ വിലയല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരാളിൽ വെക്കുന്ന വിശ്വാസത്തിൻ്റെ വിലയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മീരയുടെ പരിചരണത്തിൽ ഉമ്മയ്ക്ക് വലിയ ആശ്വാസമായി. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം അന്വേഷിക്കുന്നത് മീരയെയായിരുന്നു. മീര എവിടെയാണ് എന്നായിരുന്നു ഉമ്മയുടെ ചോദ്യം. അത് കേൾക്കുമ്പോൾ മീര ചിരിക്കും. ഉമ്മ, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയും. ഒരു ദിവസം വൈകുന്നേരം മീര ഉമ്മയുടെ അരികിലിരിക്കുമ്പോൾ ഉമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു, മീര, ജീവിതത്തിൽ നമ്മൾ ചിലണ്ടുമുട്ടുന്നത് ഒരു കാരണത്താലാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അങ്ങനെ ഒരു കാരണത്താലാണ്. മീര ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ പതുക്കെ അവളുടെ കൈ പിടിച്ചു. നീ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വന്ന ഒരാളാണ് നീയെന്ന്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എൻ്റെ ജീവിതം നോക്കാൻ വന്ന മകളാണ് നീ. വാക്കുകൾ മീരയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. അന്ന് രാത്രി മീര ആ പഴയ കവർ വീണ്ടും എടുത്തു നോക്കി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മ നൽകിയ ആ കവർ, അതിലെ രേഖ. പോകും മുമ്പ് ഉമ്മ നൽകിയ ആ കവർ, അതിലെ രേഖ, അതിലെ കത്ത് എല്ലാം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, ആ കവറിനുള്ളിലെ ഏറ്റവും വലിയ സമ്മാനം ഒരു രേഖയോ വസ്തുവോ ആയിരുന്നില്ല. ഒരു മനുഷ്യനെ പൂർണ്ണമായി വിശ്വസിച്ച് സ്വന്തം മകളായി സ്വീകരിച്ച ഒരു ഉമ്മയുടെ സ്നേഹമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അന്യനാട്ടിൽ തുടങ്ങിയ ബന്ധം അവസാനം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമായി മാറി. ചില ബന്ധങ്ങൾക്ക് രക്തം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഹൃദയം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഒരു ദിവസം മീരയുടെ കൈ പിടിച്ച് ഉമ്മ പറഞ്ഞു, മീര, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ഭാഗ്യമായിരുന്നു. മീര ഉടൻ പറഞ്ഞു, ഉമ്മ, അങ്ങനെ പറയരുത്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉമ്മ ചിരിച്ചു. മോളെ, ചില യാത്രകൾ നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ മനസ്സൊന്ന് പിടഞ്ഞു. അവൾ ഉമ്മയുടെ കൈ മുറുകെ പിടിച്ചു. ഉമ്മ എങ്ങോട്ടും പോകുന്നില്ല എന്ന് കണ്ണീരോടെ പറഞ്ഞു. ഉമ്മ അവളുടെ തലയിൽ കൈവച്ചു. നീ എനിക്ക് മകളായി കിട്ടിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. ഉമ്മയുടെ ആരോഗ്യം ഓരോ ദിവസവും കുറയുകയായിരുന്നു. ഡോക്ടർമാർ ചികിത്സ നൽകിയെങ്കിലും പ്രായത്തിൻ്റെ ക്ഷീണം ശരീരത്തെ പതുക്കെ തളർത്തിക്കൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം മീര ഉമ്മയ്ക്ക് മരുന്ന് കൊടുത്ത ശേഷം ജനലിനടുത്ത് ഇരിക്കുകയായിരുന്നു. പുറത്ത് അസ്തമയ സൂര്യൻ്റെ വെളിച്ചം മുറിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഉമ്മ പതുക്കെ മീരയെ വിളിച്ചു. മീര, ഇവിടെ വന്ന് എൻ്റെ അടുത്തിരിക്കേ. മീര അടുത്തിരുന്ന് ഉമ്മയുടെ കൈ പിടിച്ചു. കുറച്ചു നേരം ഉമ്മ ഒന്നും സംസാരിച്ചില്ല. ശേഷം പതുക്കെ ചോദിച്ചു, നീ ആദ്യമായി ഈ വീട്ടിൽ വന്ന ദിവസം ഓർമ്മയുണ്ടോ? മീര ചിരിച്ചു. എങ്ങനെ മറക്കും ഉമ്മ, അന്ന് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഭയമായിരുന്നു. ഉമ്മയും ചിരിച്ചു. എനിക്കും ഭയമായിരുന്നു മോളെ. മീര അത്ഭുതത്തോടെ നോക്കി. ഉമ്മയ്ക്കോ? അതെ, ജീവിതത്തിൽ പലരാൽ വേദനിപ്പിക്കപ്പെട്ട ഒരാൾക്ക് പുതിയ ആളുകളെ വിശ്വസിക്കാൻ എളുപ്പമല്ല മീര. പക്ഷേ നീ എൻ്റെ എല്ലാ ഭയവും മാറ്റിക്കളഞ്ഞു. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഇല്ലാതായ ശേഷവും നീ എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ മക്കളെ കാണണം. ഈ വീടിനെ നിൻ്റെ വീടായി തന്നെ കാണണം.
അത് കേട്ടപ്പോൾ മീര പൊട്ടിക്കരഞ്ഞു. ഉമ്മ, ഇങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഉമ്മ അവളുടെ കണ്ണുനീർ തുടച്ചു. മരണത്തെ പേടിക്കണ്ട മോളെ, എല്ലാവരും ഒരിക്കൽ പോകും. പക്ഷേ സ്നേഹത്തോടെ ജീവിച്ചവർ ഒരിക്കലും മരിക്കില്ല. അവർ ഓർമ്മകളായി ജീവിക്കും. ആ രാത്രി മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉമ്മയുടെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സ്നേഹത്തോടെ ജീവിച്ചവർ ഒരിക്കലും മരിക്കില്ല. ആ ഒരു രാത്രിക്ക് ശേഷം മീര ഉമ്മയുടെ മുറി വിട്ടു പോയില്ല. ഒരു കസേര വലിച്ചിട്ട് ഉമ്മയുടെ കട്ടിലിനരികിൽ തന്നെ അവൾ ഇരുന്നു. ഇടയ്ക്കിടെ ഉമ്മയുടെ നെറ്റിയിൽ കൈവയ്ക്കും, മരുന്ന് കൊടുക്കും, വെള്ളം കൊടുക്കും. ഉമ്മ ഉറങ്ങിപ്പോകുമ്പോൾ പോലും മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ ഫജർ ബാങ്കിൻ്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടു. ജനലിലൂടെ ഇളം വെളിച്ചം മുറിയിലേക്ക് വീണു. ഉമ്മ പതുക്കെ കണ്ണുകൾ തുറന്നു. ആദ്യമായി തിരഞ്ഞത് മീരയായിരുന്നു. മോളെ. മീര പെട്ടെന്ന് അടുത്തേക്ക് ചെന്നു. ഉമ്മ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഉമ്മ അവളുടെ കൈ മുറുകെ പിടിച്ചു. മുഖത്ത് ചെറിയൊരു പുഞ്ചിരി. ഇനി എനിക്ക് പേടിയില്ല. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, ഇങ്ങനെ പറയരുത്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഉമ്മ പതുക്കെ തലയാട്ടി. എല്ലാവർക്കും ഒരു ദിവസം പോകേണ്ടി വരും മോളെ. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. മീര കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് കുനിഞ്ഞു. ഉമ്മ വളരെ പതുക്കെ പറഞ്ഞു, ഞാൻ നിന്നെ ജോലിക്കാരിയായി കൊണ്ടുവന്നതാണ്. പക്ഷേ ദൈവം എനിക്കൊരു മകളെയാണ് തന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ മീര പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും ഉമ്മയുടെ മക്കളും മുറിയിലേക്ക് വന്നു. അവർ ഒരിക്കലും കാണാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. സ്വന്തം ഉമ്മ മീരയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഉമ്മ തൻ്റെ മക്കളെ നോക്കി പറഞ്ഞു, ഇവൾ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല, എൻ്റെ മകളാണ്. ഞാൻ ഇല്ലാതായാലും നിങ്ങളിവളെ ഒരിക്കലും അന്യയായി കാണരുത്. മുറിയിലാകെ നിശബ്ദത. ആർക്കും കണ്ണുനീർ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഉമ്മ വീണ്ടും ഒരിക്കൽ കൂടി മീരയെ നോക്കി. മോളെ, എന്നോട് പൊറുക്കണം. ആദ്യകാലത്ത് ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. മീര ഉമ്മയുടെ കയ്യിൽ മുഖം ചേർത്ത് കരഞ്ഞു. ഉമ്മ, അങ്ങനെ പറയരുത്. എനിക്കെൻ്റെ ജീവനാണ് ഈ ഉമ്മ. ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി. പക്ഷേ ആ കണ്ണുകളിൽ സമാധാനവും ഉണ്ടായിരുന്നു. കാരണം ഈ ലോകം വിട്ടുപോകുന്നതിനു മുമ്പ് തൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നൽകാൻ കഴിയുന്ന ഒരു മകളെ കൂടി ദൈവം തനിക്ക് നൽകിയിരിക്കുന്നു. ഉമ്മ പതുക്കെ മീരയുടെ കൈ തൻ്റെ നെഞ്ചോട് ചേർത്തു. മോളെ, എൻ്റെ സ്വന്തം മക്കളെ ഞാൻ പ്രസവിച്ചു. പക്ഷേ നിന്നെ എൻ്റെ ഹൃദയമാണ് പ്രസവിച്ചത്. ആ വാക്കുകൾ കേട്ട നിമിഷം മീരയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉമ്മ, എൻ്റെ സ്വന്തം ഉമ്മയാണ് നിങ്ങൾ. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉമ്മ, എനിക്കൊരു ജീവിതവും ഇത്രയധികം സ്നേഹവും തന്ന ഉമ്മയെ ഇങ്ങനെ കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. യിൽ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഉമ്മയുടെ മൂത്ത മകൻ പതുക്കെ മീരയുടെ തോളിൽ കൈവച്ചു പറഞ്ഞു, മീര, ഉമ്മ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് 4 മക്കളല്ല 5 മക്കളാണ്, 5ാമത്തേത് മീരയാണ് എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയ്ക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ദിവസത്തിന് ശേഷം ഉമ്മ അധികം സംസാരിച്ചില്ല. മുഖത്ത് അതേ സമാധാനമായിരുന്നു. പക്ഷേ ഓരോ തവണ കണ്ണു തുറക്കുമ്പോഴും ആദ്യം അന്വേഷിച്ചത് മീരയെയായിരുന്നു. മോളെ, ആ ഒരു വിളി കേൾക്കുമ്പോഴെല്ലാം മീര ഓടിയെത്തും. ഞാനിവിടെ തന്നെ ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് അവളുടെ കൈ മുറുകെ പിടിക്കും. അങ്ങനെ 2 ദിവസം കൂടി കടന്നുപോയി. 3ാം ദിവസം പുലർച്ചെ ഫജർ ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരുന്നു. മുറിയിൽ എല്ലാവരും നിശബ്ദരായിരുന്നു. മീര ഉമ്മയുടെ കൈ പിടിച്ച് കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉമ്മ പതുക്കെ കണ്ണു തുറന്നു. ഒരു നോക്ക് മീരയെ നോക്കി. ശേഷം സ്വന്തം മക്കളെയും നോക്കി. മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. വളരെ പതുക്കെ, കേൾക്കാൻ പോലും പ്രയാസമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, അല്ലാഹുവിന് സ്തുതി, എൻ്റെ മക്കളെയെല്ലാം ഒരുമിച്ച് കണ്ടു. ഒരു നിമിഷം നിർത്തിയ ശേഷം മീരയുടെ കൈ മുറുകെ പിടിച്ചു. മോളെ, കരയരുത്. ഞാൻ പോയാലും എൻ്റെ പ്രാർത്ഥന എന്നും നിൻ്റെ കൂടെയുണ്ടാകും. എൻ്റെ മക്കളുടെ എല്ലാവരുടെയും കൂടെ എൻ്റെ പ്രാർത്ഥനയുണ്ടാവും പറഞ്ഞ് ഉമ്മ പതുക്കെ കണ്ണുകളടച്ചു. മുറിയിലാകെ നിശബ്ദത. കുറച്ച് നിമിഷങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ മുന്നോട്ട് വന്ന് ഉമ്മയുടെ കൈ പരിശോധിച്ചു. പിന്നെ പതുക്കെ തല താഴ്ത്തി. ആ ഒരു നോട്ടം മതി എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ. ഉമ്മ എന്നൊരു നിലവിളിയോടെ മീര ഉമ്മയുടെ നെഞ്ചിലേക്ക് വീണു. ആ കരച്ചിൽ ആ വീട്ടിലെ ഓരോ ചുമരിലും മുഴങ്ങി. കാരണം അവൾക്ക് നഷ്ടമായത് ഒരു ജോലി നൽകിയ വീട്ടുകാരിയെയല്ല, ജീവിതം മുഴുവൻ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ച ഒരു വലിയ മനസ്സിനെയായിരുന്നു. ഉമ്മയുടെ മകൻ പതുക്കെ മീരയുടെ അടുത്ത് വന്നു. കണ്ണീരോടെ അവൻ പറഞ്ഞു, മീര, ഉമ്മ പറഞ്ഞത് ഞങ്ങൾ പാലിക്കും. ഇനി നീ ഈ വീട്ടിലെ അതിഥിയല്ല, ഈ വീട്ടിലെ മകളാണ്. മീരയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾ ഉമ്മയുടെ നെറ്റിയിൽ അവസാനമായി ഒരു ചുംബനം നൽകി. പിന്നെ മനസ്സിൽ മാത്രം പറഞ്ഞു, ഉമ്മ, എനിക്ക് ജീവിതം നൽകിയ ഉമ്മ നിങ്ങളായിരുന്നു.
ഉമ്മയുടെ കബറടക്ക ചടങ്ങുകൾ കഴിഞ്ഞിട്ടും മീരയ്ക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ വീടിൻ്റെ ഓരോ മുറിയിലും നടന്നു. ആദ്യമായി പേടിയോടെ കയറിയ അടുക്കള, ഉമ്മയോടൊപ്പം ഇരുന്ന് ചായ കുടിച്ച ജനൽക്കര, ഉറങ്ങിയിരുന്ന ആ മുറി, എല്ലായിടത്തും ഉമ്മയുടെ ഓർമ്മകൾ മാത്രം. പുറത്തേക്ക് ഇറങ്ങാൻ നേരം മീര ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പതുക്കെ അവൾ മനസ്സിൽ പറഞ്ഞു, ഉമ്മയില്ലാത്ത ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇവിടെ ഞാനൊരു ജോലിക്കാരിയായി വന്നതാണ്, പക്ഷെ പോകുന്നത് ഒരു അമ്മയെ നഷ്ടപ്പെട്ട മകളായാണ്. കാറിൽ കയറി വിമാനം കേരളത്തിലേക്ക് പറന്നുയരുമ്പോൾ മീര ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി. അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരിയുണ്ടായിരുന്നു, കണ്ണുകളിൽ കണ്ണുനീരും. കാരണം അവൾക്കറിയാമായിരുന്നു, ദുബായിൽ അവൾക്കിനി ഒരു വീടില്ല. പക്ഷേ അവിടെ വിട്ടുവന്ന ഒരു അമ്മയുടെ സ്നേഹം ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെയുണ്ടാകും. ജീവിതത്തിൽ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു കാരണത്താലാണ്. അവർ നമ്മളെ വിട്ടുപോയാലും അവർ നൽകിയ സ്നേഹവും വിശ്വാസവും ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. മീരയ്ക്ക് ദുബായിൽ നഷ്ടപ്പെട്ടത് ഒരു ജോലി നൽകിയ ഉമ്മയെയല്ല, രണ്ടാമതൊരിക്കൽ അമ്മയെ കണ്ടെത്തിയ ഭാഗ്യത്തെയായിരുന്നു. ചില ബന്ധങ്ങൾ രക്തബന്ധം കൊണ്ടല്ല ജനിക്കുന്നത്, ഹൃദയങ്ങൾ പരസ്പരം തിരിച്ചറിയുമ്പോഴാണ് അവ ജനിക്കുന്നത്. ഇത്തരം ബന്ധങ്ങൾ മരണം കൊണ്ടുപോലും അവസാനിക്കുന്നില്ല. അവ ഓർമ്മകളായി, പ്രാർത്ഥനകളായി ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മൾ സമ്പാദിക്കുന്ന പണവും സ്വത്തും ഒരു നാൾ മറ്റൊരാളുടെ കയ്യിലേക്ക് പോകും. എന്നാൽ നമ്മൾ സമ്പാദിക്കുന്ന സ്നേഹവും വിശ്വാസവും ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരു മനുഷ്യനെ അയാൾ ചെയ്യുന്ന ജോലി നോക്കി ഒരിക്കലും വിലയിരുത്തരുത്. ഒരു ജോലിക്കാരിയും ഒരു കുടുംബത്തിൻ്റെ മകളാകാം. ഒരു അന്യനും സ്വന്തം രക്തബന്ധത്തേക്കാൾ വലിയ ബന്ധമാകാം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നിക്ഷേപം ബാങ്കിലോ ഭൂമിയിലോ അല്ല, മറ്റൊരാളുടെ ഹൃദയത്തിലാണ്. കാരണം പണം പലിശയായി തിരികെ കിട്ടും, എന്നാൽ സ്നേഹം തലമുറകളോളം ഓർമ്മയായി ജീവിക്കും. അതിനാൽ നമ്മളെ സ്നേഹിക്കുന്നവരെ അവർ ഉള്ളപ്പോൾ തന്നെ വിലമതിക്കൂ. ഒരിക്കൽ അവർ പോയാൽ ബാക്കി വരുന്നത് ഓർമ്മകൾ മാത്രം. ആ ഓർമ്മകളേക്കാൾ വിലയുള്ള സമ്പത്ത് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. എൻ്റെ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും തന്ന് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം അറിയിക്കണേ.